ഈ അസീന സുരേഷ് ഇവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ച ആളുകളാണ്. അസീനയുടെ 18ാം വയസ്സിൽ, അതായത് ഏകദേശം 22 വർഷങ്ങൾക്ക് മുമ്പ് ഇവര് പ്രണയിച്ച് വിവാഹം കഴിച്ച ആളുകളാണ്. രണ്ട് സമുദായ അംഗങ്ങളായ രണ്ട് സമുദായത്തിൽ ജനിച്ച ആളുകൾ ഒന്നിക്കുമ്പോഴുള്ള സാധാരണ പ്രശ്നങ്ങളൊക്കെ ഇവരുടെ പ്രണയകാലത്തും അതിനെ തുടർന്നുണ്ടായ വിവാഹകാലത്തും വലിയ രീതിയിലുണ്ടായിരുന്നു. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവർ ഒന്നാകുകയായിരുന്നു. പതിയെ പതിയെ ജീവിതം മുന്നോട്ട് പോയി പല രീതിയിലുള്ള സംഘർഷങ്ങളെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇവർക്ക് 4 കുട്ടികളും ഉണ്ടായി. ഈ സുരേഷ് എന്ന് പറയുന്ന ഭർത്താവായ സഹോദരന് ഈ ഹസീന എന്ന തന്റെ ഭാര്യയിൽ വലിയ രീതിയിൽ സംശയമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള സംശയരോഗിയായിട്ട് നമുക്ക് സുരേഷിനെ വിലയിരുത്താൻ സാധിക്കില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസം ഹസീന എന്ന ഈ സ്ത്രീ ഒരു സുഹൃത്തിനോടൊപ്പം ചെന്നൈയിൽ പോയി വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി വന്നത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ ഭാര്യയെ ഭർത്താവ് കഴുത്തറുത്തു കൊന്നു. മണക്കാട് സ്വദേശി ഹസീനയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് സുരേഷ് ഒളിവിലാണ്. തിരുവനന്തപുരം നഗരത്തെ നടുക്കിയ ഒരു ക്രൂരമായ കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് കേരളം. പുലർച്ചയുടെ നിശബ്ദതയെ ചീന്തിക്കടന്ന് ഒരു വീട്ടിൽ നിന്ന് ഉയർന്ന നിലവിളി കേവലം നിമിഷങ്ങൾക്കകം ഒരു കുടുംബത്തെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം നാലാഞ്ചിറയിലെ ഒരു വാടക വീട്ടിൽ 4 മക്കളുടെ മുന്നിലിട്ട് 40-കാരിയായ ഹസീനയെ ഭർത്താവ് കൂടിയായ സുരേഷ് കഴുത്തറുത്ത് കൊള്ളുകയായിരുന്നു. ഈ കൊലപാതകം നടന്ന ശേഷം ഈ പറയുന്ന ഭർത്താവുണ്ടല്ലോ, അദ്ദേഹം കൊല നടത്തിയ കത്തി കഴുകി വെച്ച് പുറത്ത് നിർത്തിയിട്ടിരുന്ന അദ്ദേഹത്തിന്റെ കാറിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ നാലാഞ്ചിറ എന്ന സ്ഥലത്തെ കഴിഞ്ഞ 4 മാസമായിട്ടുള്ള ഇവർ വാടകയ്ക്ക് താമസം തുടങ്ങിയിട്ട് ഈ ഹസീനയുടെ കുടുംബം എന്ന് പറയുന്നത് ഭർത്താവ് സുരേഷ്, ഹസീന, 4 മക്കൾ, ഒരു മുത്തശ്ശി, ഇത്തരത്തിൽ 7 ആളുകൾ അടങ്ങിയൊരു കുടുംബമാണ്. അയൽപക്കക്കാരുമായി അത്ര കാര്യമായിട്ടുള്ള ബന്ധമൊന്നും ഇവർക്ക് ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നു 4 മാസമല്ലേ ഒരു വാടക താമസിക്കുന്ന ഒരു വീട്ടിൽ കഴിഞ്ഞ 4 മാസമായിട്ടുള്ള ഇവര് ഇപ്പറയുന്ന നാലാഞ്ചിറ എന്ന സ്ഥലത്ത് എത്തിയിട്ട് അതിന്റെ ഒരു പരിചയക്കുറവായിരിക്കും എനിക്ക് തോന്നുന്നു. എന്തായാലും അയൽവാസികളുമായി അത്ര കാര്യമായിട്ടൊന്നും ബന്ധമില്ല എന്നായിരുന്നു അയൽവാസികൾ പറയുന്നത്. ഈ സുരേഷ് എന്ന് പറയുന്ന ആള് ഒരു ഇലക്ട്രീഷ്യനാണ്. ഭാര്യ അസീന, അതായത് കൊല്ലപ്പെട്ട വ്യക്തി ഒരു വീട്ടമ്മയാണ്, സാധാരണ ഒരു വീട്ടമ്മയാണ്. അങ്ങനെ അവര് കാര്യമായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുറത്തു നോക്കുമ്പോൾ ഒരു സാധാരണ മലയാളി കുടുംബമാണെങ്കിലും അതിന്റെ അകത്ത് പുകഞ്ഞിരുന്നത് വലിയ സംഘർഷങ്ങളുടെ തീക്കനലായിരുന്നു എന്നാണ് ഈ സംഭവത്തിന് ശേഷം നമുക്ക് മനസ്സിലാവുന്നത്. ഈ അസീന സുരേഷ് ഇവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ച ആളുകളാണ്. അസീനയുടെ 18ാം വയസ്സിൽ, അതായത് ഏകദേശം 22 വർഷങ്ങൾക്ക് മുമ്പ് ഇവര് പ്രണയിച്ച് വിവാഹം കഴിച്ച ആളുകളാണ്. രണ്ട് സമുദായ അംഗങ്ങളായ രണ്ട് സമുദായത്തിൽ ജനിച്ച ആളുകൾ ഒന്നിക്കുമ്പോഴുള്ള സാധാരണ പ്രശ്നങ്ങളൊക്കെ ഇവരുടെ പ്രണയകാലത്തും അതിനെ തുടർന്നുണ്ടായ വിവാഹകാലത്തും വലിയ രീതിയിലുണ്ടായിരുന്നു. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവർ ഒന്നാകുകയായിരുന്നു. പതിയെ പതിയെ ജീവിതം മുന്നോട്ട് പോയി പല രീതിയിലുള്ള സംഘർഷങ്ങളെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇവർക്ക് 4 കുട്ടികളും ഉണ്ടായി. ഈ സുരേഷ് എന്ന് പറയുന്ന ഭർത്താവായ സഹോദരന് ഈ ഹസീന എന്ന തന്റെ ഭാര്യയിൽ വലിയ രീതിയിൽ സംശയമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള സംശയരോഗിയായിട്ട് നമുക്ക് സുരേഷിനെ വിലയിരുത്താൻ സാധിക്കില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസം ഹസീന എന്ന ഈ സ്ത്രീ ഒരു സുഹൃത്തിനോടൊപ്പം ചെന്നൈയിൽ പോയി വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി വന്നത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. എന്തിനാണ് ഒരാഴ്ച അവർ ചെന്നൈയിൽ പോയത് എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. എന്തായാലും ഈ സംഭവം വലിയ രീതിയിലുള്ള നിലവിലെ സംശയരോഗങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടും സംഘർഷഭരിതമായ കുടുംബം ഇത്തരമൊരു കാര്യം കൂടി വന്നതോടെ ഇത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു കുടുംബത്തിൽ സംശയം ജനിക്കുക എന്ന് പറയുന്നത് ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സംഘർഷത്തിന് തുടക്കമായി എന്നാണ് അർത്ഥം. ഇതൊരു ഹസീനയുടെയും സുരേഷിന്റെയും മാത്രം കാര്യമല്ല, കേരളത്തിൽ നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിൽ സംഘർഷങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പലപ്പോഴും ഇത്തരം സംശയങ്ങൾ യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നതിനപ്പുറം ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാക്കുന്ന പകയും വൈരാഗ്യവുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വൈരാഗ്യം എന്ന സാധനം വളർന്നു കഴിഞ്ഞാൽ അത് പതിയെ പതിയെ വികസിക്കുക എന്നല്ലാതെ അതിനൊരു ശമനമൊന്നും ഉണ്ടാവില്ല. വികസിച്ച് ഒരു വലിയ അപകടം പോലും ഈ സംശയം എന്ന കാര്യം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ അപകടമാണ് ഒരു കുടുംബത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചെന്നൈയിൽ പോയ വിവരം, അത് ഒരാഴ്ച മുന്നെയാണ് ഹസീന ചെന്നൈയിലേക്ക് പോയത്. വീട്ടിലെ സംഘർഷം കാരണം സുഹൃത്തിനൊപ്പം ചെന്നൈയിൽ പോയി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് കുട്ടികളുടെ സ്കൂളൊക്കെ തുറന്നല്ലോ ഈ അടുത്തായിട്ട്, ഒരു 1-ാം തീയതിയൊക്കെ ആയിട്ട്, ആ ദിവസത്തിനോട് അടുപ്പിച്ചാണ് ഹസീന തിരികെ വന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം ഹസീനയുടെ ഭാഗത്തുനിന്നുള്ള ഇത്തരം ഒരു നടപടി വീട്ടിലെ സാഹചര്യം കൂടുതൽ വഷളാക്കി. ഇതിനോടൊക്കെ തന്നെ വലിയ രീതിയിൽ സംശയമുണ്ടായിരുന്ന സുരേഷിന് ഇത്തരമൊരു സാഹചര്യം അദ്ദേഹത്തിന്റെ മനസ്സിനെ കൂടുതൽ പ്രകോപിതനാക്കി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമുണ്ടല്ലോ, എത്ര വലിയ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആരുടെ ഭാഗത്ത് ന്യായം അന്യായമാണെങ്കിലും
ഒരു കൊലപാതകത്തിന് അതൊന്നും ഒരു ന്യായീകരണമല്ല എന്നത് ഒരു വസ്തുതയാണ്. ഒരു ബന്ധമെന്ന് പറയുമ്പോൾ നമുക്കത് അവസാനിപ്പിക്കാം, വേർപിരിയാം, ഒരു പക്ഷെ തർക്കങ്ങളും ഉണ്ടാകാം. പക്ഷെ ഒരാളുടെ പങ്കാളിയുടെ ജീവൻ എടുക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ക്രൈമാണ്, കുറ്റകൃത്യമാണ്. മാത്രമല്ല ഇതിന്റെയൊക്കെ ആഘാതം ആരാ അനുഭവിക്കേണ്ടി വരിക എന്നറിയാം. ഇതിനൊക്കെ സാക്ഷികളാകുന്ന കുട്ടികളാണ് പലപ്പോഴും ഇതിന്റെയൊക്കെ ആഘാതം അനുഭവിക്കുക. ഈ കൊലപാതകം നടക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇരുവരും, ഹസീനയും സുരേഷും, മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിലുണ്ടായ അതിന് മുമ്പുണ്ടായ തർക്കത്തിന്റെ പേരിൽ ഇരുവരെയും പോലീസ് വിളിച്ചു വരുത്തുകയായിരുന്നു. ഇവരിൽ രണ്ടിൽ ആരോ ഒരാൾ പോലീസിൽ പരാതി പറഞ്ഞിരുന്നു. അതിന്റെ ബേസിലായിരുന്നു പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെ ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇവരോട് വളരെയധികം സമയം സംസാരിച്ചു. അങ്ങനെ ഇനി വഴക്കുണ്ടാക്കില്ലെന്നോ ഇനി മനസ്സമാധാനത്തോടെ ജീവിക്കാനാണ് തങ്ങളുടെ ഏറ്റവും വലിയ ശ്രമം എന്നും പറഞ്ഞ് ഇവർ പോലീസ് സ്റ്റേഷനിൽ നിന്നും മടങ്ങിപ്പോയതാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ആ സമാധാനം നീണ്ടു നിന്നത് കേവലം മണിക്കൂറുകൾ മാത്രമായിരുന്നു എന്നതാണ്. സംഭവ ദിവസം പുലർച്ചെ 5:30 ഈ കൊലപാതകം നടന്നത്. ഏകദേശം 4:30 കടുത്ത വഴക്ക് ആ വീട്ടിൽ ആരംഭിക്കുകയാണ്. ആ വീട്ടിൽ വലിയ രീതിയിൽ ആരംഭിക്കുകയാണ്. ഈ ഹസീന അവരുടെ സുഹൃത്തിനോടൊപ്പം ചെന്നൈയിൽ പോയ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത രീതിയിൽ വഴക്ക് പുലർച്ചെ 4:30 വീടിനകത്ത് ആരംഭിക്കുകയാണ്. പിന്നീട് ഈ വഴക്ക് കയ്യാങ്കളിയിലേക്ക് നീണ്ടു. ആക്രോശവും കോപവും ചേർന്ന ഒരു നിമിഷത്തിൽ സകല നിയന്ത്രണങ്ങളും വിട്ട സുരേഷ് വീട്ടിലിരുന്ന കത്തിയെടുത്ത് ഹസീനക്ക് നേരെ വീശുകയായിരുന്നു. അങ്ങനെ ഹസീന ദാരുണമായി കൊല്ലപ്പെടുമ്പോൾ ഹസീന ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ നിലവിളി കേട്ടാണ് ഉറങ്ങിക്കടന്നിരുന്ന കുട്ടികൾ ഓടി വന്നത്. കുട്ടികൾ ഓടിക്കൂടിയപ്പോൾ കുട്ടികൾ കണ്ട കാഴ്ച എന്താന്ന് വെച്ചാൽ ചോരയിൽ മുങ്ങിക്കിടക്കുന്ന അവരുടെ അമ്മയാണ്. സത്യത്തിൽ ഇത്തരം സംഭവത്തിന്റെയൊക്കെ യഥാർത്ഥ ദൃക്സാക്ഷികൾ അല്ലെങ്കിൽ യഥാർത്ഥ ഇരകൾ എന്ന് പറയുന്നത് ഈ 4 മക്കളാണ്. 4 മക്കൾ എന്ന് പറയുമ്പോൾ 18, 16, 9, 8 വയസ്സുള്ള 4 മക്കൾ. നിങ്ങൾ ആലോചിക്കുക, ആ പ്രായത്തിൽ ഒരു കുഞ്ഞ് കാണേണ്ട കാഴ്ചയാണോ ഇവർ കണ്ടത്? എത്ര ദയനീയമായിരിക്കും. ഒരു സിനിമയിലോ ക്രൈം സീരീസിലോ എല്ലാം നമ്മൾ കാണാൻ ഭയപ്പെടുന്ന ദൃശ്യങ്ങൾ ഈ കേവലം 18, 17, 8, 9 വയസ്സായ കുട്ടികൾ നേരിട്ട് കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ഇപ്പോഴും കടുത്ത മാനസിക സംഘർഷത്തിലാണ് എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഈ കുട്ടികളിൽ ചിലർക്ക് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത്ര ദയനീയമായിരുന്നു അവർ കണ്ട ആ കാഴ്ച. ഹസീന കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമായപ്പോൾ ഇപ്പറയുന്ന ഭർത്താവായിരുന്ന സുരേഷ് ഉടൻ തന്നെ ബാത്റൂമിൽ കയറിയിട്ട് അദ്ദേഹം കൊലപ്പെടുത്തിയ ആ കത്തി കഴുകി വൃത്തിയാക്കി വീട്ടിൽ തന്നെ വെച്ചിട്ട് ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വാഹനമുണ്ട്. ആ വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹം മനഃപൂർവ്വം കൊന്നു എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് അദ്ദേഹത്തിൽ നിന്നുണ്ടായ ഒരു വികാര പ്രകടനം അത് തന്നെയാണ് ഈ കൊലപാതകം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീടിനകത്ത് നിന്ന് ഇത്തരം വലിയൊരു നിലവിളി കേട്ട് എണീറ്റ് വന്ന അമ്മൂമ്മയാണ് ഈ വിവരങ്ങളൊക്കെ അയൽവാസികളോടും നാട്ടുകാരോടൊക്കെ വിശദീകരിച്ചത്. തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തുന്നു, ഇൻക്വസ്റ്റ് നടപടികൾ തയ്യാറാക്കുന്നു. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുകയായിരുന്നു. മൂത്ത 2 കുട്ടികളും അമ്മൂമ്മയും നിലവിൽ പോലീസിന്റെ സംരക്ഷണത്തിലാണ്. ഈ കേസിലെ ഏറ്റവും ദയനീയമായ ചോദ്യം ഈ 4 കുട്ടികളുടെ ഭാവിയെ കുറിച്ച് തന്നെയാണ്. ഒരു രാത്രി കൊണ്ട് ഈ 4 കുട്ടികളുടെ ജീവിതവും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ വേണ്ടത് വസ്ത്രമോ ഭക്ഷണമോ ഒന്നുമല്ല. അവരെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുമെന്നും ഉറപ്പുള്ള മാനസികമായിട്ടുള്ള മുറിവുകൾക്കുള്ള ചികിത്സയാണ്. ഒരു കുട്ടിയുടെ മനസ്സിൽ അമ്മയെ അച്ഛൻ കൊന്നു എന്നുള്ളൊരു ആഘാതം വലിയ രീതിയിൽ ആ കുട്ടിയിൽ സ്വാധീനം ചെലുത്തും. അതിൽ ഒരു സംശയവുമില്ല. ഇത് വ്യക്തിപരമായിട്ടുള്ള എന്റെ നിരീക്ഷണത്തിൽ ഇതിൽ നമ്മൾ ഭർത്താവിനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. കൊല്ലപ്പെട്ടു എന്ന് കരുതി കൊല്ലപ്പെട്ട ആള് മഹാനാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. ഇതിനൊക്കെ ഉപരി ഇതിനൊക്കെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല. ആദ്യ കേൾവിയിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇരുഭാഗത്തും കാര്യമായിട്ട് തെറ്റുകളുണ്ട്. പ്രത്യേകിച്ച് ആ സ്ത്രീയുടെ ഭാഗത്ത് കാര്യമായിട്ടുള്ള ചില തെറ്റുകളൊക്കെ ഉണ്ട്. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ കോപത്തിന്റെ അളവ് തന്റെ കയ്യിൽ നിൽക്കാത്ത ഒരു സാഹചര്യത്തിൽ അയാൾ ഒരു പക്ഷെ ചെയ്തു പോയതായിരിക്കാം എന്ന് വെച്ച് അയാളെ ന്യായീകരിക്കല്ല. ക്രൈം എപ്പോഴും ക്രൈം തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ വ്യക്തിപരമായിട്ട് കുട്ടികളെ ഓർത്ത് മാത്രമേ വിഷമം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ നിയമത്തിന്റെ വഴിയിൽ നടക്കട്ടെ. നിയമം അതിന്റെ നടപടികൾ പൂർത്തിയാക്കട്ടെ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും മികച്ച തന്നെ കാണുമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു.